ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ബ്രൈറ്റെക്സ് ഷോർട്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇത്രയും നാളും ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇത്രയും നാളും ചാനലിൽ ഷോർട്സുകളാണ് ഇട്ടുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഇനി മുതൽ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അത് സായിയോട് പറയുകയാണ്. സായിക്കുട്ട ഇരുന്ന് ടി വി കാണുകയാണ്. അപ്പം പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ. ആളുടെ കയ്യിലിരിക്കുന്നത് കാർഡ്ബോർഡ് ബോക്സ് വെച്ച് ഉണ്ടാക്കിയ തോറിൻ്റെ ചുറ്റികയാണെന്നാണ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നാൽ നമുക്ക് ഇറങ്ങാം. ഓക്കെ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയുള്ളൊരു സ്ഥലത്തേക്കാണ്. പ്രകൃതിയെ ആസ്വദിക്കാൻ കഴിയുന്ന എല്ലാവർക്കും ഈ സ്ഥലവും നന്നായി ഇഷ്ടപ്പെടും. ഞങ്ങൾ ബൈക്കിലാണ് യാത്ര ചെയ്തത്. വളരെ സൂപ്പർ യാത്രയായിരുന്നു. നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. കുറച്ച് ദൂരം ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ആ സ്ഥലം എത്തി. ഈ സ്ഥലം വേറെ എവിടെയല്ല, പൂമലയിലുള്ള ചെപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. അവധി ദിവസങ്ങളിലെ സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ ഫ്രണ്ട്സായും ഫാമിലിയായും ഒരുപാട് ആൾക്കാരുകൾ വരുന്ന സ്ഥലമാണ് കേട്ടോ. സായാഹ്നം മാത്രമല്ല, ഉദയസൂര്യനെ കാണാനും ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളിതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞങ്ങളിവിടെ അടുത്തായതുകൊണ്ട് തന്നെ കൂട്ടുകാരുള്ളപ്പോഴും അതുപോലെ ഫാമിലിയായിട്ട് കൂടുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് സായാഹ്നങ്ങളിലൊക്കെ വന്നിരിക്കും, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും എന്നല്ലാതെ പുലർച്ചെ ഇതുവരെ വന്നിട്ടില്ല. ഇതിൻ്റെ മേലെ കയറിയാൽ പിന്നെ ഭയങ്കര വ്യൂ ആണ്, നല്ല രസമാണ് കാണാനൊക്കെ. താഴെ തെങ്ങിൻ തോപ്പുകളും അതുപോലെ എല്ലാം കാണാം, വീടുകളും ഒക്കെ കാണാൻ പറ്റും. അതുമാത്രമല്ല നല്ല കാറ്റാണ്. എപ്പോഴും അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം പോയപ്പോൾ പിന്നെ അപ്പുറത്തെ സൈഡും കൂടെ പോയി കണ്ടു കേട്ടോ. അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങാറില്ല. അവിടെ ആകെ കാട് പിടിച്ച് കിടക്കാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി കണ്ടു. വളരെ നല്ല സ്ഥലമാണ്. പിന്നെ അതുമാത്രമല്ല, അന്ന് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അത് കാരണം കൊണ്ട് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. സായിക്കുട്ടനും വലിയ സന്തോഷമായി. ഞങ്ങൾ അവിടെയൊക്കെ കയറി നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഒറ്റയ്ക്ക് വരുന്നതെല്ലാം രസം ഫാമിലി കേട്ടോ, കൂട്ടുകാരുടെ കൂടെയൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലും അടിപൊളിയാവും. ഒരുപാട് തവണ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഈ ഭാഗത്തൊന്നും ഇറങ്ങി നോക്കാൻ, അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നും കാട് പിടിച്ച് കിടക്കാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ഒന്ന് ഇറങ്ങി കാണാനൊക്കെ പറ്റി. അതൊക്കെ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമായി. പിന്നെ ഇരിക്കാനൊക്കെ ഉള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നടന്നു. പിന്നെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ 2-3 മുനിയറകളുണ്ട്. പണ്ട് മുനികൾമാർ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവിടെയൊക്കെ വീണ്ടും ഞങ്ങൾ വന്ന് നടന്ന് കണ്ട് കുറച്ച് നേരം ആസ്വദിച്ച് നടന്നു. ഇതും ഒരു മുനിയറയാണ്. ഇത് 2ാമത്തെ മുനിയറ. ഇതിനെയൊക്കെ തന്നെ നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുമുണ്ട്. സായിക്കുട്ടൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കാരണം സ്കൂൾ പൂട്ടിയിട്ട് വെറുതെ വീട്ടിലിരുന്ന് ടി വിയൊക്കെ കണ്ട് ഇരിക്കുകയാണ്, മുഷിഞ്ഞിരിക്കുകയാണ്. അപ്പം അവന് വളരെയധികം സന്തോഷമായി. ഇതാണ് 3ാമത്തെ മുനിയറ. ഇവിടെ അതുപോലുള്ള ചെറിയൊരു ഗുഹ പോലെയൊക്കെ കാണാൻ സാധിക്കും. കളിക്കാൻ അധികം കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെപ്പോഴും ടി വിയിലും ഫോണിലൊക്കെ തന്നെ ആയിരിക്കും. ഏത് നേരം ഇങ്ങനെ റൂമിൽ ചടഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഫോണൊക്കെ നോക്കി. അപ്പോൾ അത് ഇടയ്ക്ക് അവധിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോയി കാണാറുണ്ട്, ഇങ്ങനെ ആസ്വദിക്കാറുണ്ട്. അതുമാത്രമല്ലല്ലോ, ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെയധികം ചൂടും കാര്യങ്ങളല്ലേ. അപ്പോൾ വീട്ടിൽ ഇത്ര നേരം ഇരുന്ന് കഴിയുമ്പോൾ കൂടുതൽ ബോറടി ആയിരിക്കും മറ്റുള്ള സമയത്തേക്കാളേറെ. പോരാത്തതിന് അടുക്കളയിലൊക്കെ നിൽക്കുന്ന നമുക്ക് ഇടയ്ക്കൊക്കെ ഇതേപോലൊരു സന്തോഷം നമുക്കും വേണ്ടേ.
ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾ വളരെയധികം സന്തോഷിക്കാറുണ്ട് കേട്ടോ, ആസ്വദിക്കാറുമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ എന്തെന്നെയായാലും, കിട്ടുന്ന സന്തോഷം ചെറുതായാലും വലുതായാലും അതിൽ നമ്മൾ നല്ലോണം ആസ്വദിക്കുക, അതാണ് വേണ്ടത്. ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് അതിന് സാധിക്കുന്നുണ്ട്. ഇനിയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. സായിക്കുട്ടന് വളരെയധികം ഇഷ്ടമുള്ള സ്ഥലമാണ്. സായിക്കുട്ടന് മാത്രമല്ല എനിക്കും. ചെറിയൊരു തടാകമുണ്ട് അതിൻ്റെ മുകളിൽ തന്നെ. അതിൽ ചെറിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, നിറച്ചും ചെറിയ ചെറിയ മീനുകളുണ്ട്. എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഇതിലിറങ്ങി കുളിക്കാറൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം കുളിക്കാനൊന്നുമില്ല, കുറച്ച് നേരമൊക്കെ ഓടിക്കളിച്ച് ആൾ എൻജോയ് ചെയ്തു. അപ്പോഴേക്കും പിന്നെ നമുക്ക് ചാനലിൽ വീഡിയോ ഇടാറായി. അപ്പോൾ ഞാൻ ആ സമയത്ത് വേഗം അത് ചെയ്തു. വീണ്ടും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇരുന്ന് കളിച്ച് ഞങ്ങൾ വേഗം പോന്നു. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് താഴെ ഇറങ്ങിയ വശം തന്നെ സായിക്കുട്ടൻ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ ആ ക്ഷീണം തീർത്തു. ഞങ്ങളും ഓരോ കോഫിയും അതുപോലെ തന്നെ നല്ല ചൂടുള്ള ബജ്ജിയും കഴിച്ചു. നല്ല സൂപ്പർ ബജ്ജിയായിരുന്നു കേട്ടോ. അതും കഴിച്ച് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് പൂമല പള്ളിയിൽ തിരുനാളിൻ്റെ ഭാഗമായിട്ട് പാലാ കമ്മ്യൂണിക്കേഷൻ്റെ അടിപൊളി ഗാനമേള നടക്കണ്ടായിരുന്നത്. അതും ഞങ്ങൾ കയറി കുറച്ച് നേരമൊക്കെ കണ്ടു.